Hello my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് tell me guys, എന്താണ് ആക്ച്വലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് ഐ കാൺട്ട് സ്റ്റോപ്പ് റീഡിങ് ഫോർ യു. ഇന്ന് ആക്ച്വലി ഐ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. ഓരോ ദിവസവും ഓരോ മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത്. എന്നാൽ അതെനിക്ക് ഇഗ്നോർ ചെയ്യാനും സാധിക്കുന്നില്ല. നമ്മളുടെ വീഡിയോ റെഗുലർ ആയിട്ട് കാണുന്ന ആളുകൾക്കറിയാം, ഞാനിങ്ങനെ ഡെയിലി വീഡിയോസ് ഇടാറില്ല, അല്ലെ എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാറില്ല. സത്യം പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് കോൾസും ഇന്നലെ ലേറ്റ് ആയിട്ട് ഉറങ്ങിയത് കൊണ്ടും നല്ല തലവേദന ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ റീഡിങ് ചെയ്യാൻ എനിക്ക് എത്രമാത്രം എനർജി ഉണ്ട് എന്നുള്ളത് ഐ ഹാവ് നോ ഐഡിയ. എവിടുന്നാണ് ആ ഒരു എനർജി വരുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു എനർജി വരുന്നത്, ഐ ഡോണ്ട് നോ. ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു മെസ്സേജ് ആണ്. സോ ഇത് നിങ്ങൾ എക്സ്പെക്റ്റഡ്ലി അൺഎക്സ്പെക്റ്റഡ്ലി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. ഇന്ന് സാറ്റർഡേ 6:30 ആവാറായി വൈകിട്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യാണ്. ആ ഒരു തിരക്കിനിടയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. So this is a very special message for you. It's a very strong psychic message. കാരണം അത്ര എനർജറ്റിക് ആയിട്ടാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജി കിട്ടുന്നത്, ഓർ ഈ ഒരു മെസ്സേജ് കിട്ടുന്നത്. സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ. മേ ബി നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ അത്ര മേജർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ പോവായിരിക്കാം. റൈറ്റ് ചേഞ്ചസ് നിങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓർ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. ഓർ നിങ്ങൾ എന്തൊക്കെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. റെസിസ്റ്റൻസ്. ഈ സമയം എക്സാക്ട്ലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന അതേ ഒരു ഫീലിംഗ് ആണ് നിങ്ങളും നിങ്ങളുടെ ചില ലൈഫ് പേർപ്പസുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തടയാൻ പറ്റുന്നില്ല, ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തടയാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ എത്രമാത്രം തടയാൻ ശ്രമിക്കുന്നോ അത്രമാത്രം അത് വീണ്ടും വീണ്ടും സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജേർണിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഇതുപോലൊരു മാറ്റം ഒരു കാര്യത്തിനും തടയാൻ സാധിക്കുന്നില്ല. എത്രമാത്രം നിങ്ങൾ തടഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നോ അത്രമാത്രം നിങ്ങൾ ആ ഒരു ചെറിയ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ ഒരു ഗ്രോത്ത് നിങ്ങൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഒരു കാര്യത്തിനും ഈ സമയം നിങ്ങളെ തടയാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കും തടയാൻ സാധിക്കില്ല. നിങ്ങൾ മാറ്റം അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഈ സമയം നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില മാറ്റങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഒരു കാരണവശാലും തടയാൻ സാധിക്കുന്നുണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് പോലെ നിങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ എൻഗേജ്ഡ് ആവേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. എന്താണോ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടത്, എന്താണോ നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള മാറ്റം, ഓർ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നോ അതൊന്നും ഒരു തടസ്സമല്ല, ഒന്നിനും നിങ്ങൾ അവിടെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. വാട്ട്സ് എ മെസ്സേജ് ഫോർ യു? What you need to hear right now. What you need to hear right now. Pleasure. ഈ സമയത്ത് നിങ്ങൾക്ക് അത്രയൊരു സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഹാർഡ് വർക്ക് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ സന്തോഷത്തിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പ്രവൃത്തിയിലായിരിക്കും കൂടുതൽ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കാം മാറ്റത്തിന് വേണ്ടിയിട്ട്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള, അത്ര ഡിറ്റർമൈൻഡോട് കൂടിയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അത്ര സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. ഓക്കെ, സോ അതിന്റെ ഒരു വലുപ്പം എത്രയാന്നുള്ളത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ്. ഓർ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം. ആ ഒരു ലക്ഷ്യം അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ചില കാര്യത്തിലേക്കായിരിക്കാം. അത് ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഓൾറൈറ്റ്, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ സന്തോഷത്തിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങൾ എന്തൊരു മേജർ ആയിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക, ശ്രമിക്കുന്നുണ്ടായിരിക്കുക, വീണ്ടും ശ്രമിക്കുന്നുണ്ടായിരിക്കുക. അവിടെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില റെസിസ്റ്റൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ എന്നാലും മേ ബി ലൈക്ക് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന്റെ തന്നെ ചില ഇമോഷനോടാണ്, അല്ലെ, പിടിച്ചു നിർത്താൻ സമ്മതിക്കുന്നില്ല. റൈറ്റ്, what you need to hear right now, self-reflection, exactly. സോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്, ചില ആളുകൾ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. നിങ്ങളുടെ മാറ്റങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളായിരിക്കാം, ഇമോഷനിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളായിരിക്കാം. റൈറ്റ്, ചില കാര്യങ്ങള്, ചില ആക്ഷൻ നിങ്ങൾ പുതുതായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ നിങ്ങളൊരു പുതിയൊരു ഇമോഷണൽ സിറ്റുവേഷനിലായിരിക്കാം കൊണ്ടുവെക്കുന്നുണ്ടായിരിക്കാം, ഓർ പുതിയൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ കൊണ്ടുവെക്കുന്നുണ്ടായിരിക്കാം. സോ അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവുന്നില്ല, മുന്നോട്ടോ പിറകോട്ടോ പോകാനുള്ളൊരു ചോയ്സ് ഇല്ല, നിങ്ങളത് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. റൈറ്റ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ആളുകൾക്ക് അത്ര ഒരു സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ നിങ്ങളുടെ സന്തോഷത്തിനേക്കാളൊക്കെ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്ട്രഗിളിനേക്കാളൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മള് ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നത് പോലെ, എനിക്ക് ആ വേദന ഉണ്ട്, ഓരോ മസിൽ പെയിൻ ആണ് അല്ലെ, നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്. സോ അത് സന്തോഷമില്ലാത്ത കാര്യം തന്നെയാണ്. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്, ആ ഒരു പെയിൻ എന്ന് പറയുന്നത് അത്ര സന്തോഷം തരുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിലും അത് ലീഡ് ചെയ്യാൻ പോകുന്ന ഒരു ചേഞ്ച് ആലോചിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം ആ ഒരു സമയത്ത് നിങ്ങൾ അത്ര കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് നിങ്ങൾ അത്ര ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. ചില ആളുകൾക്ക് നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയൊരു ചേഞ്ച് ആണ്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ വളരെ പീപ്പിൾ പ്ലീസർ ഒക്കെ ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാക്ക് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ അങ്ങനെയല്ല. അതുപോലത്തെ ഒരു മാറ്റം ഉണ്ടാക്കാനാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓർ നിങ്ങളെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, സോ ഇറ്റ്സ് എ വെരി പവർഫുൾ റീഡിങ്. ഓൾ റൈറ്റ്, എസ്പെഷ്യലി നിങ്ങൾക്ക് വലിയ വലിയ ചേഞ്ച്, മാറ്റം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പേഷ്യൻസ്. ഇത്ര കാലമായിട്ട് നിങ്ങൾ മാറ്റം ഉണ്ടാവും, മാറ്റം വരും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള, ക്ഷമയോട് കൂടിയിട്ട് നിന്നിട്ടുള്ള ചില പ്ലേസ് ഒക്കെ ഉണ്ടായിരിക്കണം, അല്ലെ, ഒരുപാട് കാത്തിരുന്നിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇനി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ വേണ്ടി. നിങ്ങൾ ഇറങ്ങി വരികയാണ് ചില സിറ്റുവേഷനിലേക്ക്. എസ്പെഷ്യലി നിങ്ങൾ ചില ആളുകൾ മാറാൻ വേണ്ടിയിട്ടോ സിറ്റുവേഷൻസ് മാറാൻ വേണ്ടിയിട്ടോ ഇതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മുന്നോട്ട് നടക്കാമായിരുന്നു, ലൈഫ് ഒന്ന് ഓക്കെ ആയിട്ട് പോവായിരുന്നു എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, സിറ്റുവേഷൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നത് ആ ഒരു മാറ്റം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ചില ആക്ഷൻ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, ബട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, ഫിയർ. നിങ്ങൾക്ക് പേടിയുണ്ട്, ചില സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ബട്ട് നിങ്ങൾ ധൈര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾക്ക് ഇരുട്ട് വലിയ പേടിയുള്ള ഒരാളായിരിക്കാം. ചില പ്ലേസിൽ നിന്ന്, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കാത്തൊരു കാര്യമായിരിക്കാം. പക്ഷെ ചാലഞ്ച് ചെയ്യാണ് ലൈഫ് നിങ്ങളെ ആ ഒരു ഫിയർ ഡീൽ ചെയ്യാൻ വേണ്ടി. ഓൾറൈറ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ ഫിയർഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക, ഒരു പേടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് ആ പേടിന്ന് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു പേടി ഒരു തവണ നിങ്ങൾ ധൈര്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റോറി കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കാൻ പോകുന്ന ഒരു കാര്യമാണത്. ഓൾറൈറ്റ്, എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പേടിപ്പിക്കുന്നത്? ഇറങ്ങിച്ചില്ല, പോയി ധൈര്യമായിട്ട് ഡീൽ ചെയ്യുക ഒരു സിറ്റുവേഷൻ. വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. സോ ലെറ്റ് മീ ടേക്ക് this message. ആക്ഷൻ എടുക്കുക, ആക്ഷൻ മോഡാണ്. ഓക്കെ, സോ നിങ്ങൾ പലതും വളരെ ഇന്റൻസ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ തോട്ട്സിൽ ഉണ്ടാക്കുന്ന മാറ്റം, നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റം, ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം. വെറുതെ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കാത്തത്. ഇത്ര തിരക്കിൽ ഞാൻ ഇത്ര ധൃതിപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ, നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ അങ്ങനെ ചൂട് പിടിപ്പിച്ചിട്ടുള്ള ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സിറ്റുവേഷൻ, ലൈഫ്, എക്സൈറ്റ്മെന്റ്, ഫിയർ, ചില ആളുകൾക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്.
ചില ആളുകൾക്ക് നിങ്ങൾക്ക് അത്ര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ലൈഫിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തത്, റൈറ്റ്? ചില ആളുകൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല, നിങ്ങളുടെ പേടി നിങ്ങൾ ഫേസ് ചെയ്യാല്ലാണ്ട് നിങ്ങളുടെ ലൈഫ് അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. ഒരു പേടി ഓവർകം ചെയ്യാതെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാത്തൊരു സിറ്റുവേഷനിലായിരിക്കും. ലൈഫ് നിങ്ങൾ ചാലഞ്ച് ചെയ്യാണ്. ധൈര്യമായിട്ട് പോയി ഡീൽ ചെയ്യുക. എന്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു പേടിയാണ് നിങ്ങളുടെ ലൈഫിലുള്ളതെങ്കിലും പോയി അത് എക്സ്പീരിയൻസ് ചെയ്യാം. ട്രസ്റ്റ് മീ, ഒരു പ്രാവശ്യം നിങ്ങൾ അത് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൽ വളരെ എക്സ്പേർട്ട് ആയിട്ട് പോകും. ഓക്കെ, റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗൈസ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.